നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം തീറ്റയുടെ കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു. എങ്ങനെയാണ് നമ്മൾ തീറ്റ കോഴികൾക്ക് കൊടുക്കേണ്ട ആ ഒരു രീതി, കൊടുക്കേണ്ട ക്രമമുണ്ടല്ലോ, എത്ര അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നമ്മൾ വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം നീണ്ടുപോയേക്കാം. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എല്ലാം അറിയുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും കണ്ടിട്ട്, അറിയാത്ത ആളുകൾക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള കോഴികളെ നിങ്ങൾ വളർത്തുന്നുണ്ടാവാം. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറയുന്നുണ്ടാവാം, ചിലപ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകാം, ചിലപ്പോൾ നല്ല രീതിയിൽ ലാഭത്തിൽ പോകുന്ന ആളുകളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഡയോൾഡ് മുതൽ അത് മെച്യൂർഡ് ആകുന്നത് വരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ തീറ്റ കൊടുക്കണം എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് നല്ലൊരു ലോങ് ടൈമിലേക്ക് നമുക്ക് ആ ഒരു കോഴികളെ കൊണ്ട് പ്രയോജനമുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ കോഴികളെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന സമയത്ത് അടുത്തേക്ക് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ എത്തുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എത്ര ഗ്രാം വീതം, നിങ്ങൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തീറ്റ കൊടുക്കേണ്ടത്, ഇതാണ് ഈ ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അതിനു മുമ്പായിട്ട് ചെറിയൊരു അഭ്യർത്ഥന. ഒരുപാട് നാളായി ഞാൻ ആരോടും ഒന്നും പറയാറില്ല. ദയവ് ചെയ്ത് നിങ്ങൾ കാണുന്ന ആളുകളിൽ ഏകദേശം 80% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകൂ. ഇതൊരു സേവനമായിട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കൊരു വരുമാന മാർഗം എന്ന നിലയിൽ കൂടിയാണ്. കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക, അതുവഴി കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തുക, അതുവഴി എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചധികം നാളായി ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ദയവായത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങൾ, ഒരു ദിവസം പ്രായമായ കോഴികൾ, ഇതാണ് ഡയോൾഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയോൾഡ് മുതൽ അതിന് മെച്യൂർഡ് ആകുന്ന സമയം വരെ. ഒരു എക്സാമ്പിൾ നമുക്ക് ഹൈബ്രിഡ് കോഴികളെ തന്നെ എടുക്കാം. ഹൈബ്രിഡ് കോഴികൾ ഇനത്തിൽപ്പെടുന്ന കോഴികൾക്ക് നമുക്ക് ഏത് സമയത്താണ് അത് മെച്യൂർഡ് ആകുന്നത്, പ്രായപൂർത്തിയാകുക എന്ന് പറയുമ്പോൾ 4.5 മാസത്തിൽ കൊണ്ട് അത് പ്രായപൂർത്തിയാകാറുണ്ട്. അത് ഒറിജിനൽ നാടൻ ഹൈബ്രിഡ് കോഴികൾ എന്ന ഇനത്തിൽപ്പെടുന്ന മറ്റു കോഴികളുണ്ട്. അതായത് നമ്മൾ വീട്ടുവളപ്പിൽ വളർത്തുന്ന കോഴികൾ. അതിൽ ചില കോഴികൾ എന്ന് പറയുന്നത് ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, കൈരളി, ഗിരിരാജ, അതുപോലെ തന്നെ FR295 തുടങ്ങിയ ഇനത്തിൽപ്പെടുന്ന കോഴികൾ. ഈ കോഴികൾ മെച്യൂർഡ് ആകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 5.5 മാസമാണ്. BB380, ഇൻഡു ബ്രൗൺ, അതുപോലെ തന്നെ ഹൈലൈൻ തുടങ്ങിയ കോഴികൾ, ഈ കോഴികൾ മെച്യൂർഡ് ആകുന്ന സമയം 4.5 മാസമാണ്. മെച്യൂർഡ് ആകുക എന്ന് പറയുമ്പോൾ ആ മെച്യൂർഡ് ആകുന്ന സമയം മുതലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലാതെ അതിന് മുമ്പായിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷേ പല സമയങ്ങളിലും കോഴികൾക്ക് ഇപ്പോൾ 4.5 മാസം പ്രായമായ BB380 കോഴികൾ, ആ കോഴികൾക്ക് വീണ്ടും ഒരുപാട് സമയം ഇങ്ങനെ ലേറ്റായി പോകാറുണ്ട് കോഴികൾക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപ്രിയ ആണെങ്കിലും ഗ്രാമശ്രീ ആണെങ്കിലും അങ്ങനെയുള്ള കോഴികളും നമ്മൾ 6, 6.5, 7, 8 മാസം വരെയൊക്കെ ആകാറുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ അടുത്ത് ഒരു സുഹൃത്തിന് ആദ്യം ഇൻഡു ബ്രൗൺ കോഴികളെ കൊടുത്തിരുന്നു. അത് കറക്റ്റായിട്ട് മുട്ടകൾ ഇട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എന്നെ സമീപിച്ചു. FR295 എന്ന് പറയുന്ന കോഴികളെ എടുക്കുവാൻ വേണ്ടിയിട്ട് ചോദിച്ചു. വളരെ ബൾക്കായിട്ട് അദ്ദേഹം FR295 എന്ന് പറയുന്ന കോഴികളെ എടുത്തു. പക്ഷേ ആ കോഴികൾ മുട്ടയിടാനായിട്ട് ഏകദേശം 8 മാസം എടുത്തു മുട്ട സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയല്ല, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയാം അദ്ദേഹത്തിന്. പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഒരു താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പല സമയങ്ങളിലും. ഈ കോഴികൾക്ക് പ്രൊഡക്ഷൻ ലേറ്റ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മറ്റൊരു രീതിയിലാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കോഴികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പല രീതിയിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. ആദ്യമായിട്ട് ഡയോൾഡ് കുഞ്ഞുങ്ങൾ. ഈ ഡയോൾഡ് കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 20 ദിവസം വരെ നമ്മൾ യാതൊരു അളവ് നമ്മൾ നോക്കാറില്ല. ആ സമയത്ത് വളരെ തരിതരിയായിട്ടുള്ള സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റയാണ് നമ്മൾ കൊടുക്കാറ്. ഈ സ്റ്റാർട്ടർ തീറ്റ ഏകദേശം 20 ദിവസം വരെയും ഒരു കാരണവശാലും സാധാരണഗതിയിൽ 1 മാസം വരെയും ഈ
സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു മാസം, അതായത് 1-ാമത്തെ ദിവസം മുതൽ 30-ാമത്തെ ദിവസം വരെയും സ്റ്റാർട്ടർ തീറ്റ തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ സമയങ്ങളിൽ നമ്മൾ അതിന് അളവ് നോക്കാറില്ല. അത് എത്രത്തോളം തിന്നുന്നുവോ അത്രത്തോളം നമ്മൾ കൊടുക്കാറാണ് പതിവ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ വ്യാവസായികമായിട്ട് ഈ കോഴികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ 20 ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അളവ് നോക്കാറില്ല. പിന്നീടുള്ള ഈ 10 ദിവസം, പിന്നീട് സ്റ്റാർട്ടർ കൊടുക്കുന്ന ആ 10 ദിവസം നമ്മൾ 40 ഗ്രാം തീറ്റ എന്ന ലെവലിലാണ് ഇട്ട് കൊടുക്കുക. അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ആദ്യത്തെ 1-ാമത്തെ ദിവസം മുതൽ 20-ാമത്തെ ദിവസം വരെ അതിന് നമ്മൾ അളവ് നോക്കാറില്ല. അത് ഏകദേശം ഒരു 30-35 ഗ്രാം വരെ കഴിക്കും. ആ സമയത്ത് നമ്മൾ ഈ കോഴികൾക്ക് അളവ് നോക്കാതെ അത് എല്ലാ സമയവും തീറ്റ അവൈലബിൾ ആയിട്ട് ഇരിക്കണം. ആ രീതിയിലാണ് അതിന് കോഴികൾ എപ്പോഴും തിന്നത്തക്ക രീതിയിലുള്ള തീറ്റ നമ്മൾ അതിനകത്ത് പാത്രത്തിലുണ്ടാവണം. അത് രീതിയിലാണ് കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക. അതിന് കാരണം അത് ചെറിയ പ്രായമുള്ള കോഴികൾക്ക് അതിൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസും ഒന്ന് ലെവലായി കിട്ടുവാനും കോഴികളൊന്ന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുവാനും എടുക്കുന്ന ആ ഒരു പീരീഡാണ് ഈ 20 ദിവസം. അതായത് നമ്മൾ ആദ്യത്തെ 3 വാക്സിൻ്റെ ഇടയിലുള്ള സമയം. ആദ്യത്തെ 3 വാക്സിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെസോട്ട, 2-ാമത്തെ IBD, 3-ാമത്തെ ലെസോട്ട. ഈ 3 വാക്സിൻ്റെ ഇടയിലുള്ള സമയത്ത് അത് മാക്സിമം അതിനെ ഗ്രോത്ത് ചെയ്യുവാൻ വേണ്ടി ഒന്ന് കുതിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു സമയത്ത് അത് നടത്തുന്നത്. അതേ സമയത്ത് ഒരു കാരണവശാലും തീറ്റ നമ്മൾ കുറയ്ക്കാൻ പാടില്ല. തീറ്റ മാക്സിമം ഇട്ട് കൊടുക്കുക. ഏകദേശം 25-35 ഇടയിൽ ഗ്രാം ആ കോഴികൾ കഴിക്കും. ഈ സമയത്ത് നമ്മൾ അളവ് നോക്കേണ്ട കാര്യമില്ല. 20-ാമത്തെ ദിവസം മുതൽ 30-ാമത്തെ ദിവസം വരെ നമ്മൾ 40 ഗ്രാം എന്ന കണക്കിൽ മാത്രം കോഴികൾക്ക് തീറ്റ കൊടുത്താൽ മതിയാകും. അതിൽ 1 ഗ്രാം പോലും നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കേണ്ട. അത്രയും കഴിച്ചില്ല എങ്കിൽ നമ്മൾ ആ കഴിക്കാത്തതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കുകയും ആ കോഴികൾക്ക് ലിവർ ടോണിക് പോലെയുള്ള നമ്മൾ മൾട്ടി വിറ്റാമിനുകൾ നൽകി അതിൻ്റെ ലിവറൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് വിമ്രാൾ പോലെയുള്ള മൾട്ടി വിറ്റാമിനുകൾ നൽകി ഇതൊക്കെ ലിവറൊക്കെ ഒന്ന് ട്യൂൺ ചെയ്തൊക്കെ വരുമ്പോഴേക്കും അത് ആ കറക്റ്റ് ഫീഡറിലേക്ക് പോകും. കോഴികളുടെ കറക്റ്റായിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് കോഴികളെത്തും. അങ്ങനെ നമ്മൾ 1 മാസം വരെ നമ്മൾ സ്റ്റാർട്ടർ തീറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് കോഴികൾ ഗ്രോവിങ് സ്റ്റേജിലേക്ക് പോകും. ഗ്രോവിങ് എന്ന് പറഞ്ഞാൽ കോഴികളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമാണ് നമ്മൾ ഈ 1 മാസം മുതൽ അത് മെച്യൂർഡ് ആകുന്ന ആ സമയം വരെ. അതായത് സാധാരണ നമ്മൾ BV380 പോലെയുള്ള കോഴികളാണെങ്കിൽ 1 മാസം മുതൽ 4.5 മാസം വരെ. മറ്റ് നമ്മൾ നാടൻ ഹൈബ്രിഡ് കോഴികൾ, അതായത് ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, കൈരളി തുടങ്ങിയ കോഴികളാണെങ്കിൽ 1 മാസം മുതൽ ഏകദേശം 5.5 മാസം വരെ. ഈ സമയത്ത് ആ കോഴികളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ എഗ്ഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഒരു ഗ്രോയിങ് സ്റ്റേജാണ് ആ സമയത്തുള്ളത്. ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയാണ്. ഈ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയിൽ, അതായത് സ്റ്റാർട്ടർ തീറ്റയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് എനർജി അധികമായിട്ടും പ്രോട്ടീൻ ലോ ആയിട്ടുമാണ് ഈ ഒരു തീറ്റയിൽ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്രോവറിലേക്ക് വരുമ്പോൾ എനർജിയും നമ്മുടെ പ്രോട്ടീനും ഒക്കെ വളരെയധികം ഏകദേശം സമാസമം ആയിരിക്കും ഈ ഒരു തീറ്റയിലുണ്ടാവുക. ബാക്കിയുള്ള എൻസൈമുകൾ, ബാക്കിയുള്ള അമിനോ ആസിഡുകൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം കൃത്യമായിട്ടും വളരെ നല്ല ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ബോണിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ടോട്ടലി അതിൻ്റെ ഫെദറിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഗ്രോത്തിനും ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയ തീറ്റയാണ് ഈ ഗ്രോവർ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ 1 മാസം പ്രായമായ കോഴികൾക്ക് നമ്മൾ 30 ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുന്നു. അതിന് 31-ാമത്തെ ദിവസം മുതൽ നമ്മൾ ഗ്രോവറിലേക്ക് പോകുന്നു. പക്ഷേ ഇത് ഒറ്റയടിക്ക് മാറുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ പതുക്കെ സ്റ്റാർട്ടറും ഈ ഒരു ഗ്രോവറും കൂടി മിക്സ് ചെയ്ത് അല്പാൽപമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് അതിൻ്റെ ആമാശയത്തെ ഒന്ന് പരുവപ്പെടുത്തിയതിന് ശേഷം മാത്രം നമ്മൾ പരിപൂർണമായിട്ടും ഗ്രോവറിലേക്ക് മാറുക. ഈ ഗ്രോവറിലേക്ക് മാറുമ്പോൾ നമ്മൾ ഒരു ആദ്യത്തെ 3 ദിവസം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ആമാശയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഡയറ്റ്, ദഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും, അത് ഈ തീറ്റ ചില സമയത്ത് നമ്മൾ തീറ്റ പെട്ടെന്ന് മാറ്റി കഴിയുമ്പോൾ ആ തീറ്റ കഴിക്കുവാനുള്ളൊരു ബുദ്ധിമുട്ട് കോഴികൾ കാണിക്കാറുണ്ട്. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു 3 ദിവസം ഇത് രണ്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് പതുക്കെ മാറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ആ 30 ദിവസം കഴിയുമ്പോൾ ഈ കോഴികൾക്ക് നമ്മൾ ഒന്ന് അല്പം മിക്സ് ചെയ്ത് കൊടുക്കുക, ഗ്രോവറിലേക്ക് മാറുക. ഈ ഗ്രോവർ ഏത് സമയം വരെയാണ് കൊടുക്കേണ്ടത്? ഈ ഗ്രോവർ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് മെച്യൂർഡ് ആകുന്ന സമയം എപ്പോഴാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയം വരെ കൊടുക്കുക. അതായത് ഇത് മെച്യൂർഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ആദ്യത്തെ എഗ്ഗ് വീഴുമ്പോഴാണ് ഇത് മെച്യൂർഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഏകദേശം ഹൈബ്രിഡ് കോഴികൾ 4.5 മാസം മുതലും
ബാക്കിയുള്ള നാടൻ ഹൈബ്രിഡ് കോഴികൾ എന്ന് പറയുന്ന കോഴികൾ 5.5 മാസം വരെയാണ്. ഈ നാടൻ ഹൈബ്രിഡ് കോഴികൾക്ക് മറ്റു ചില തീറ്റ പരിവർത്തനങ്ങൾ, തീറ്റ ക്രമങ്ങൾ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോകാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട തീറ്റയുടെ ഒരു ക്രമമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 30 ദിവസം വരെ നമ്മൾ 40 ഗ്രാം തീറ്റ കൊടുക്കുന്നു. 31ാമത്തെ ദിവസം മുതൽ ഏകദേശം 60 ദിവസം വരെ, ഈ 60 ദിവസം വരെ 50 മുതൽ 60 ഗ്രാം വരെ തീറ്റ ചിലപ്പോൾ കഴിക്കാറുണ്ട്. അതായത് നമ്മൾ 30 മുതൽ 60 ദിവസം വരെയുള്ള സമയത്ത് നമ്മൾ പടിപടിയായിട്ട് 60 ഗ്രാമിലേക്ക് കോഴി തീറ്റ കൊടുക്കുന്നത് എത്തിക്കണം. ആദ്യം തന്നെ നമ്മൾ 60 ഗ്രാം ഇട്ട് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ആ ഒരു 30 ദിവസം നമ്മൾ 40 ഗ്രാമിൽ നിന്ന് 45 ഗ്രാമിലേക്ക് വരിക. അതൊരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും 50 ഗ്രാമിലേക്ക് വരിക. വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോൾ 55 ഗ്രാമിലേക്ക് വരിക. 60ാമത്തെ ദിവസം ആകുമ്പോൾ ഏകദേശം 60 ഗ്രാം ഈ കോഴികൾ കഴിക്കും. ഇത്രയും ഈ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു രണ്ടാമത്തെ മാസം നമ്മൾ ഗ്രോവർ കൊടുക്കേണ്ടത്. പിന്നീട് 3ാമത്തെ മാസം നമ്മൾ 60 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ 3ാമത്തെ മാസത്തിലേക്ക് കോഴികൾ കടക്കും. ഈ സമയത്ത് അതിൻ്റെ ഫെദറുകളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും. അതിൻ്റെ പൂവുകൾ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. കോഴികളുടെ സൗണ്ട് അല്പാൽപമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സമയത്ത് ആ കോഴികളുടെ വെയിറ്റ് ഉണ്ടാവുക ഏകദേശം 600 മുതൽ 750 ഗ്രാം വരെയാകും. ഈ 2 മാസം പ്രായമായ കോഴികൾക്കുണ്ടാകേണ്ട വെയിറ്റ് 600 മുതൽ 750 ഗ്രാം വരെയാകും. ഈ ഒരു സമയത്ത് ഈ ഒരു വെയിറ്റ് മാനേജ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കോഴികളുടെ പിന്നീട് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പ്രൊഡക്ഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഈ സമയത്ത് പല വാക്സിനുകളും നമ്മൾ നൽകേണ്ടത് 2 മാസ കാലയളവിലാണ്. മറ്റു പല വാക്സിനുകൾ നൽകേണ്ടത് അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും 60 ദിവസം കഴിയുമ്പോൾ 60 മുതൽ 90 ദിവസം വരെ, അതായത് 3 മാസം വരെ ഈ കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് ഏകദേശം 80 ഗ്രാമിലേക്ക് ഈ തീറ്റ നമ്മൾ എത്തിക്കണം. അതായത് ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 65-70 ദിവസം ആകുമ്പോഴേക്കും നമുക്കൊരു 65 ഗ്രാമിലേക്ക് വരും. 75 ദിവസം ആകുമ്പോഴത്തേക്കും അല്പമായിട്ട് ഒരു 5 ഗ്രാമോ 10 ഗ്രാമോ കയറ്റി ഓരോ ആഴ്ചയും കൊടുത്ത് നമ്മൾ ഏകദേശം 90 ദിവസം ആകുമ്പോഴേക്കും ഈ കോഴികൾക്ക് 80 ഗ്രാം തീറ്റ കഴിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തും. നമുക്ക് അതുകൊണ്ട് നമുക്കൊരു ഫിക്സഡായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് 2 മുതൽ 3 മാസം വരെ ഈ കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റയുടെ അളവെന്ന് പറയുന്നത് 90 ഗ്രാം. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യത്തെ 20 ദിവസം നമ്മൾ അളവ് നോക്കേണ്ടതില്ല. കൃത്യമായിട്ടും നമ്മൾ അത് കഴിക്കുന്നത്ര കൊടുക്കുക. പിന്നീട് 20 മുതൽ 30 ദിവസം വരെ അതിനൊരു 40 ഗ്രാം എന്ന കണക്കിൽ നമ്മൾ തീറ്റ കൊടുക്കുക. നമ്മൾ 30 മുതൽ 60 ദിവസം വരെ 60 ഗ്രാം എന്ന കണക്കിൽ നമ്മൾ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റ കൊടുക്കുക. ആദ്യത്തെ 30 ദിവസം സ്റ്റാർട്ടറാണ് കൊടുക്കേണ്ടത്. പിന്നെ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റ കൊടുക്കുക. 60 മുതൽ 90 ദിവസം വരെ നമ്മൾ 80 ഗ്രാം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കോഴികൾ എത്തും. ഈ സമയത്ത് ആ കോഴികൾക്ക് ഉണ്ടാകേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോ ആ ഒരു ലെവലായിരിക്കും ഉണ്ടാവുക. 1 കിലോ മാത്രമേ തൂക്കം ഉണ്ടാവാൻ പാടുള്ളൂ. ആ സമയത്ത് ആ കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് 90 ഗ്രാമാണ്. നമ്മൾ 3 മുതൽ 4 മാസത്തിലേക്ക് എത്തുന്ന ആ സമയത്ത് ഈ കോഴികൾക്ക് 90 ഗ്രാമല്ല 80 ഗ്രാം നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ട അളവ് തീറ്റ എന്ന് പറഞ്ഞാൽ 80 ഗ്രാമാണ്. ഞാൻ 90 എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ 3 മാസം മുതൽ 4 മാസം വരെയുള്ള ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട തീറ്റയുടെ അളവെന്ന് പറയുന്നത് 100 ഗ്രാമാണ്. 100 ഗ്രാം തീറ്റ ആ സമയത്ത് മാത്രമേ എത്തുന്നു. 4ാമത്തെ മാസം ആകുമ്പോഴേക്കാണ് നമ്മൾ 100 ഗ്രാം തീറ്റയിലേക്ക് എത്തേണ്ടത്. ഈ 100 ഗ്രാം തീറ്റയിലേക്ക് എത്തുമ്പോൾ ആ കോഴികളുടെ ആ 4 മാസം ആകുമ്പോൾ ആ കോഴി ഉണ്ടാവേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,200 ആണ്. 1,200 വെയിറ്റ് മാത്രമേ ആകാവൂ. 1,200 വെയിറ്റ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു സമയം മുതൽ ഏത് സമയത്തേക്കും ഈ കോഴികൾ പ്രൊഡക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുക. 4 മാസം കഴിയുമ്പോൾ ഏത് സമയത്തും ആ കോഴികളുടെ ഒരു പ്രൊഡക്ഷൻ മുട്ടയിടുന്ന ഇതിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു 15 ദിവസത്തിനുള്ളിൽ ആ കോഴികൾ മുട്ടയിട്ട് തുടങ്ങും. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ നമ്മൾ പറയാം. ഈ ഒരു പ്രൊഡക്ഷൻ ആകുന്ന സമയത്ത്, അതായത് പിന്നീടുള്ള ആ ഒരു 100 ഗ്രാം നമ്മൾ എപ്പോഴാണോ മുട്ടയിട്ട് തുടങ്ങുന്നത് ആ സമയം വരെ നമ്മൾ 100 ഗ്രാം എന്ന് പറയുന്ന 4 മാസം വരെ നമ്മൾ കൃത്യമായിട്ടും 100 ഗ്രാം എന്ന ലെവലിലേക്ക് എത്തുക. 4 മാസം കഴിഞ്ഞ് നമ്മൾ പിന്നീടുള്ള സമയത്ത് 120 ഗ്രാം തീറ്റ എന്ന ക്രമത്തിലേക്ക് നമ്മൾ എത്തണം.
120 ഗ്രാം തീറ്റ എന്ന് പറയുന്ന ഈ ഒരു ക്രമത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതേത് സമയത്തും നമ്മൾ ഗ്രോവർ തന്നെ കൊടുക്കുക. ഏതെങ്കിലും ഒരു തീറ്റ, ഏതെങ്കിലും ഒരു കോഴി ഒരു മുട്ട ഇട്ടു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ കോഴികൾ മെച്യൂർഡായി എന്ന് പരിപൂർണമായിട്ടും മെച്യൂർഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടും ഒരു 10 ദിവസത്തിനകം എല്ലാ കോഴികളും നമുക്ക് കൃത്യമായിട്ടും പ്രൊഡക്ഷൻ നൽകും എന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ നമ്മൾ 120 ഗ്രാമിലേക്ക് തീറ്റ എത്തിക്കഴിഞ്ഞു. പിന്നീടുള്ള സമയത്ത് നമ്മൾ ഈ 120 ഗ്രാം തീറ്റ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. പക്ഷേ അവിടെ നമുക്ക് മറ്റൊരു ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. നമുക്ക് ഗ്രോവറിൽ നിന്നും ലെയർ മാഷ് എന്ന് പറയുന്ന തീറ്റയിലേക്ക് മാറണം. ലെയർ മാഷ് എന്നല്ല, ലെയർ ഫീഡ് ഏതുമാകാം, പെല്ലറ്റാവാം, മാഷാവാം, എന്തുമാവാം. ഈ ഒരു തീറ്റയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഈ തീറ്റയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീനാണ്, അതുപോലെ തന്നെ എനർജി ഉണ്ട്, കാൽസ്യം കൂടുതലായിട്ട് ഉണ്ടാവും. അങ്ങനെ മുട്ടയുടെ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, മുട്ടയുടെ യോക്കിൻ്റെ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എൻ്റെ ബോണിൻ്റെ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റ് കൃത്യമായിട്ടും എല്ലാ ഘടകങ്ങളും എല്ലാ മൂലകങ്ങളും കൃത്യമായിട്ടും അടങ്ങിയ ഒരു തീറ്റയാണ് ലെയർ ഫീഡ് എന്ന് പറയുന്നത്. അത് പെല്ലറ്റാവാം, മാഷാവാം, എന്തുമാവാം. പക്ഷേ നമുക്ക് ആ ഒരു തീറ്റയിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇതെപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഈ കോഴികൾക്ക് എഗ്ഗ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് നമുക്ക് കോഴികൾക്ക് തീറ്റ നമുക്ക് മാറ്റാം. അത് മാറ്റേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടറിൽ നിന്നും ഗ്രോവറിലേക്ക് വന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം മാറ്റാൻ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലെയർ മാഷ അല്ലെങ്കിൽ ലെയർ ഫീഡ് കൊടുത്ത് തുടങ്ങുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ആ ഒരു പ്രയോജനം നഷ്ടപ്പെട്ടു പോകും. അന്നേരം ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രോഗ്രസ് പരിപൂർണമായിട്ടും നിഷ്ഫലമായി പോകുന്ന ഒരു രീതിയിലേക്ക് വരും. അതായത് നമ്മൾ ആദ്യത്തെ ആ ഒരു സമയത്ത് കൊടുത്തിരിക്കുന്ന തീറ്റ, ആ തീറ്റ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റ അല്പാൽപമായിട്ട് ആദ്യം നമ്മൾ ലെയർ മാഷ് വാങ്ങിച്ചു വെക്കുക, ഗ്രോവറും വാങ്ങിച്ചു വെക്കുക. ആദ്യം നമ്മൾ ലെയർ മാഷ് ഈ ഗ്രോവറിൻ്റെ കൂടെ ഒരു 1/4 ഭാഗം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം നൽകുക. പിന്നീട് ഒരു പകുതി നമ്മൾ ലെയർ മാഷും പകുതി ഗ്രോവറുമായിട്ട് മിക്സ് ചെയ്യുക. അതൊരു 3-4 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. പിന്നീട് 3/4 ഭാഗം ലെയർ മാഷും 1/4 ഭാഗം ഈ ഒരു ഗ്രോവറിനും കൊടുക്കുക. അതൊരു 2-3 ദിവസം കൊടുക്കുക. പിന്നെ പരിപൂർണമായിട്ട് നമ്മൾ ലെയർ മാഷിലേക്ക് മാറുക. അങ്ങനെ പടിപടിയായിട്ട് സ്റ്റെപ്പായിട്ട് ഈ തീറ്റ നമ്മൾ കോഴി അറിയാതെ ചേഞ്ച് ചെയ്യുക എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് വരണം. അതായത് കോഴി ഇന്ന തീറ്റയിൽ നിന്നും എന്നെ ഈ ഒരു പുതിയ തീറ്റയിലേക്ക് എത്തിക്കുന്നു എന്ന് കോഴി പോലും അറിയാത്ത രീതിയിൽ പതുക്കെ നമ്മൾ ആ തീറ്റ ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തിച്ച ഈ കോഴികളുടെ ആ ഒരു പ്രൊഡക്ഷൻ റേഞ്ച് നമുക്ക് കൃത്യമായിട്ടും നിലനിർത്താൻ കഴിയൂ. കൃത്യമായിട്ടും നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ കോഴികളുടെ പിന്നീടുള്ള എല്ലാ സമയത്തും അത് അവസാനം അത് എത്ര കാലം വരെ മുട്ടയിടുന്നുവോ, അതായത് BB3T എന്ന് പറയുന്ന കോഴികൾ ഏകദേശം 18 മാസക്കാലമാണ് കൃത്യമായിട്ടും ഒരു പ്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുക. അത് 90% ആണ് കൃത്യമായിട്ട് 95% വരെ നമുക്ക് ലഭിക്കണം. മാന്യമായിട്ടുള്ള തീറ്റ നമ്മൾ കൃത്യമായിട്ടും അളന്നിട്ട് കൊടുത്താൽ, 120 ഗ്രാം എന്ന നിലയിൽ ഒരല്പം പോലും വ്യതിചലിക്കാതെ കൃത്യമായിട്ടും അളന്നിട്ട് കൊടുത്താൽ ആ കോഴികൾക്ക് കൃത്യമായിട്ടുള്ള വെയിറ്റ്, ഒരു മുട്ടയിടുന്ന സമയത്ത് ആ കോഴികൾക്ക് ഉണ്ടാവേണ്ട വെയിറ്റ് 350 കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 1 കിലോ 350 ഗ്രാമിൽ കൂടുതൽ ആ കോഴികൾ വളരാൻ പാടില്ല. ചില സമയങ്ങളിൽ നമുക്ക് മുട്ടയിടുന്ന സമയത്ത് പല കോഴികളും 2 കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പല രീതിയിലുള്ള തീറ്റ പല രീതിയിൽ അളവില്ലാതെ ആവശ്യത്തിലധികം നമ്മൾ കണ്ണിൽ കാണുന്നതെല്ലാം കൊണ്ടിട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് ഇങ്ങനെ വലുതായിട്ട് വെയിറ്റ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക, എന്താണ് അവിടെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഏതായാലും ഇതാണ് ഇപ്പോൾ നമ്മളുടെ ഒരു ശരിയായിട്ടുള്ള ഒരു തീറ്റ കൊടുക്കേണ്ട ഒരു രീതി. ഞാൻ ഒന്നുകൂടി ചെറുതായിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 20 ദിവസം നമ്മൾ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അതിന് അളവ് നോക്കേണ്ടതില്ല. നമുക്ക് കൃത്യമായിട്ടും അതിന് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രയും തീറ്റ നമ്മൾ കൊടുക്കുക. പിന്നീട് നമ്മൾ 20 മുതൽ 30 ദിവസം വരെ 40 ഗ്രാം എന്ന കണക്കിൽ കോഴികൾക്ക് തീറ്റ അവൈലബിൾ ആക്കുക, തീറ്റ കൊടുക്കുക. പിന്നീട് അത് സ്റ്റാർട്ടറാണ് കൊടുക്കേണ്ടത്. അതിന് പിന്നീട് നമ്മൾ ഗ്രോവറിലേക്ക് വരും. അല്പം മിക്സ് ചെയ്ത് ഗ്രോവറിലേക്ക് വരും. ഈ 30 ദിവസം മുതൽ 60 ദിവസം വരെയുള്ള സമയത്ത് കോഴികൾക്ക് ഏകദേശം 60 ഗ്രാം തീറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ 60 ഗ്രാം ഗ്രോവർ ഫീഡ് കൊടുക്കണം. പിന്നീട് 3 മാസം 90 ദിവസം വരെയുള്ള ആ സമയത്ത് നമ്മൾ 80 ഗ്രാമിലേക്ക് വരും. 60 നിന്ന് 80 ഗ്രാമിലേക്ക് ഗ്രോവർ തീറ്റ വരും. പിന്നീട് 4 മാസം ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം 100 ഗ്രാമിലേക്ക് എത്തും.
ഈ 100 ഗ്രാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 120 ഗ്രാമിലേക്കാണ് 4 മുതൽ 4.5 മാസം വരെയുള്ള സമയത്ത് 120 ഗ്രാം ഗ്രോവറിലേക്ക് എത്തും. മുട്ടയിട്ട് തുടങ്ങിയാൽ അവിടെ 120 ഗ്രാം തീറ്റ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ 120 ഗ്രാം തന്നെ തീറ്റ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ലെയർ മാഷ് എന്ന് പറയുന്ന ഫീഡിലേക്ക് നമ്മൾ 3-4 സ്റ്റെപ്പായിട്ട് പതുക്കെ നമ്മൾ കോഴി തീറ്റ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇതാണ് കോഴികളുടെ ആദ്യത്തെ മെച്യൂർഡ് ആകുന്ന സമയം വരെയുള്ള കോഴികളുടെ ഒരു തീറ്റ കൊടുക്കേണ്ട രീതിയും തീറ്റ കൊടുക്കേണ്ട അളവും. പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ 120 ഗ്രാം തീറ്റ തന്നെ നമ്മൾ നൽകണം. പിന്നീട് പല സമയങ്ങളിലും നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തീറ്റ അല്പം ചില സമയങ്ങളിൽ അല്പം കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഏതായാലും ഈ വീഡിയോ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.